ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ചന്ദ്രനെയാണ്. ചന്ദ്രൻ നിന്ന് ഉറഞ്ഞു തുള്ളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കേസ് കിട്ടിയതോടുകൂടി ആകെ രേവതിയുടെ കാര്യം കട്ടപ്പുകയായി. അപ്പോൾ ശരത്താണ് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചതെന്ന് പോലീസുകാർ അറിഞ്ഞു. അതോടെ തീർന്നു രേവതിയുടെ കാര്യം. അപ്പോൾ എന്താണെങ്കിലും ഭയങ്കരമായിട്ട് കരഞ്ഞ പാവ രേവതി അകത്തേക്ക് കയറിപ്പോവാം. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ, നിൻ്റെ തനി സ്വഭാവം പുറത്തു വന്നല്ലോ, കഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്താ പറയുക, അവരകത്തേക്ക് അങ്ങ് പോയി കേട്ടോ ചന്ദ്ര. അപ്പോൾ രവിക്ക് ആകെ ഷോക്കായിപ്പോയി. അപ്പോൾ രവി നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ് രേവതിയുടെ അടുത്തേക്ക്. അല്ല മോളെ, ഇങ്ങനൊരു വിഷയം നടന്നത് എന്താ മോളെ നീ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിച്ചു. അല്ല, നിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പല തവണ അവിടെ വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ അപ്പോഴൊന്നും നിങ്ങളിതിനെക്കുറിച്ച് സംസാരിച്ചതേ ഇല്ലല്ലോ, അതെന്താ മോളെ എന്ന് ചോദിച്ചോ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛാ, അത് പിന്നെ ഞങ്ങൾ മറക്കാൻ ശ്രമിച്ച ഒരു സംഭവമായിരുന്നു അത്. ആ സംഭവത്തിന് ശേഷം എൻ്റെ അച്ഛൻ്റെ മരണം പോലും എൻ്റെ അച്ഛന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും അതിന് ശേഷം എന്ന് പറഞ്ഞു. അതവിടെ അവസാനിക്കട്ടെ എന്ന് കരുതിയതാ, പക്ഷേ അതുകൊണ്ടാണ് അച്ഛനോട് ഇതൊന്നും പറയാതിരുന്നത്. ഇപ്പം അതെല്ലാവരും അറിഞ്ഞു. അവർക്കൊക്കെ നല്ല കയ്യിൽ നല്ലൊരു ആയുധം കൂടി കിട്ടിയിരിക്കുക. ഇനി എന്താ, ഇനി ഞാൻ ഈ കാര്യത്തിൽ നിസ്സഹായന. എന്താ മോളെ ഞാൻ അവരോട് പറയാം? ഒരു ചെറിയ വിഷയം കിട്ടിയാൽ തന്നെ ചന്ദ്ര അത് ആളിക്കത്തിക്കും. ഇപ്പോൾ അവൾക്ക് വലിയൊരു വിഷയം കിട്ടിയിരിക്കുക. ഇനി അവൾ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യാം? എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രവി അങ്ങോട്ടേക്ക് പോയി കേട്ടോ. ആകെ വിഷമത്തിലായി നമ്മുടെ. എന്താണെങ്കിലും രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റണില്ല കേട്ടോ. ഓരോന്ന് ഓർത്തിട്ട് പുള്ളി ആകെ വളരെ സങ്കടത്തിലിങ്ങനെ നിൽക്കുക. നമ്മൾ കാണുന്നത് ലക്ഷ്മീനെയാണ്. അപ്പോൾ ലക്ഷ്മി ഇവിടെ മുരിങ്ങലൊക്കെ അടർത്തി കറി വയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ദേവ് കോളേജിലേക്ക് പോകാനായിട്ട് എല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നും രേവതി രാവിലെ വിളിക്കുന്നതാ, ഇന്ന് വിളിക്കുന്നത് കണ്ടില്ലല്ലോ, എന്ത് പറ്റിയോ എന്തോ. അമ്മയ്ക്ക് എന്താ അങ്ങോട്ടൊന്ന് വിളിക്കരുതോ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ ലക്ഷ്മി ഫോണെടുത്ത് നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അമ്മ എന്ന് കേട്ടപ്പോൾ തന്നെ ആകെ സങ്കടമായിട്ടോ പുള്ളിക്ക്. വിഷമിച്ച് നിൽക്കുന്ന സമയത്താണല്ലോ ലക്ഷ്മിയുടെ വിളി. ഹലോ, ആ മോളെ, നിൻ്റെ വിളിയൊന്നും കാണാത്തത് കൊണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ച് നോക്കിയതാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റണില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു അമ്മേ. മോളെ, നീ എന്താ മോളെ നിൻ്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത്? എന്ത് പറ്റി മോളെ? എന്താ നിനക്കൊരു സങ്കടം പോലെ? ഏയ് ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞു. മോളെ, നീ കരയാണോ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അത്രയും നേരം പിടിച്ചു നിന്ന് രേവതി പൊട്ടിപ്പോയിട്ടോ. എന്ത് പറ്റി മോളെ? എന്താ ചന്ദ്രൻ നിന്നെ വല്ലതും പറഞ്ഞോ? എന്താ നീ സങ്കടപ്പെട്ട് കരയണത്? അല്പം സന്തോഷിച്ചാൽ കരയേണ്ടി വരുമേ, ഉറപ്പായിട്ട് കരയേണ്ടി വരും. എന്തൊരു വിധിയായത് എന്ന് ചോദിച്ചോ. ഞാനിങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എൻ്റെ അമ്മേ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദ്രോഹിക്കാനും മാത്രം ഞാൻ എന്ത് തെറ്റാമ്മ ഇവരോടൊക്കെ ചെയ്തത്? വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ടും എന്താ അമ്മേ ഇവരെന്നോട് ഇങ്ങനെ പെരുമാറണത്? എന്താ മോളെ ഉണ്ടായത്? ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞോ നിന്നെ? നീ എന്തിനാ ഇങ്ങനെ കരയണത്? അതോ സച്ചി എന്തെങ്കിലും പറഞ്ഞോ? അവന് നിന്നെ വലിയ സ്നേഹത്തിലായിരുന്നല്ലോ, പിന്നെന്താ വീണ്ടും മാറിയോ അവൻ? സച്ചിയേട്ടനൊന്നും പറഞ്ഞിട്ടില്ലമ്മേ. പിന്നെ എന്താ മോളെ പ്രശ്നം എന്ന് ചോദിച്ചു. സച്ചിയേട്ടൻ്റെ ബൈക്ക് മോഷ്ടിച്ചത് ശരത്താണെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞു അമ്മേ. അപ്പോഴേക്ക് ലക്ഷ്മിക്ക് ആകെ വെപ്രാളമായി. മോളെ, അയ്യോ അതെങ്ങനെ? എല്ലാവരും അത് മറന്ന കാര്യമായിരുന്നല്ലോ, ഇപ്പോൾ വീണ്ടും ആരാ മോളെ അവരോട് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ദേവു ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് ആ കേസ് കൈകാര്യം ചെയ്ത പോലീസുകാർ അവരിവിടെ വീട്ടിൽ വന്നിരുന്നു. എന്നെ ഇവിടെ കണ്ടപ്പോൾ അവർ പറഞ്ഞതാ. വളരെ മോശമായിട്ട് അമ്മയെ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു എന്നറിയോ അമ്മയ്ക്ക്? നമ്മൾ അത്രമാത്രം അപമാനിച്ച് സംസാരിച്ചോ? നമ്മൾ മോഷ്ടിച്ചാണ് കുടുംബം നടത്തുന്നത് എന്നുവരെ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവർക്കിഷ്ടമല്ല. ഇപ്പോൾ ഇതേ പുതിയൊരു വിഷയം കൂടി നിന്നെ കരയിക്കാൻ വേണ്ടിയിട്ട്. ഇക്കാര്യം നീ എന്താ നേരത്തെ പറയാതിരുന്നതെന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു അമ്മേ. പറയാത്തത് മോശമായി പോയി എന്നും പറഞ്ഞു അമ്മേ. അത് കേട്ടിട്ടാ എനിക്ക് ഏറ്റവും അധികം വിഷമായത്. മോളെ, നീ കരയാതെ. അതെ, അതുകൊണ്ട് അന്ന് നിൻ്റെ അനിയൻ ചെയ്ത തെറ്റ് കാരണം നീ അനുഭവിക്കേണ്ടി വരുവാണല്ലോ എൻ്റെ മോളെ. നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല മോളെ, നീ അറിയില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നിന്ന് കരച്ചിലോട് കരച്ചിൽ.
നമ്മൾ എന്ത് പാപം ചെയ്തിട്ടാണ് മോളെ ഇങ്ങനെയൊക്കെ എന്നെ പരിഹസിക്കുക, അപമാനിക്കുക? ഞാൻ തല കുനിച്ച് നിൽക്കാമേ, എല്ലാവരുടെയും മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും അമ്മേ? എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് രേവതി ഫോൺ വെച്ചു കേട്ടോ. അപ്പോൾ ഇത് കേട്ട് ലക്ഷ്മിക്കും വല്ലാത്ത സങ്കടമായി. അപ്പോൾ ദേവു അങ്ങോട്ട് വന്നിട്ട് അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. മോളെ, ശരത്ത് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ച വിവരം അവിടെ എല്ലാവരും അറിഞ്ഞു എന്ന്. അപ്പോൾ ദേവുവിനും ആകെ സങ്കടമായി. അയ്യോ, അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് ദേവുവിനും വിഷമായിട്ടോ. അതിൻ്റെ പേരിൽ ചന്ദ്ര രേവതിയെ ഇട്ട് വല്ലാതെ വിഷമിപ്പിക്കുക. അപ്പോഴാണ് ശരത്ത് അങ്ങോട്ട് പറഞ്ഞത്. എന്താമേ, എന്തിനാ അമ്മ കരയണത് എന്ന് ചോദിച്ചോ. ഈ എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റ ഒരാളാ, ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അവൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഊടുപാടിട്ട് തല്ലാണ് കേട്ടോ. അമ്മേ, അവനായിട്ട് അടിക്കല്ലേ എന്ന് പറഞ്ഞ ദേവു പിടിച്ചു കേട്ടോ. അമ്മ എന്തിനാ തല്ലിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തത്? നീ സച്ചിയേട്ടൻ്റെ ബൈക്ക് മോഷ്ടിച്ചത് ആ വീട്ടിലെ എല്ലാവരും അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ശരത്തിനും ആകെ ഷോക്കായി പോയി കേട്ടോ. നാണക്കേടല്ലേ? എന്തിനാടാ, എന്തിനു വേണ്ടിയിട്ടായിരുന്നോ നീ എന്നോ ചെയ്ത തെറ്റ് ഇപ്പം രേവതിയുടെ തലയിലായി അനുഭവിക്കും അവള്. പാവം, അതിൻ്റെ എന്തൊക്കെ വേദന സഹിക്കണോ അത്? സച്ചിയേട്ടൻ മുമ്പേ അറിയാവുന്നതല്ലേ അമ്മേ? ഇതാരോടും പറയണ്ടെന്ന് സച്ചിയേട്ടൻ തന്നെയല്ലേ ഇവനോട് പറഞ്ഞത്. അവൻ നല്ലവനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇവനോട് ക്ഷമിക്കുകയും ചെയ്തു. സച്ചിയുടെ അമ്മയുടെ പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? ഒന്നും ചെയ്യാതെ തന്നെ അവർ നമ്മളെപ്പറ്റി അതേ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ രേവതിയും നമ്മളെ കുറ്റപ്പെടുത്തുന്നതിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. ഇപ്പോൾ ഇതേ നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ട്, താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടും അവർക്കൊരു വിഷയം കൂടി കിട്ടിയിരിക്കാം. എൻ്റെ ഈശ്വര, എൻ്റെ മോളിനി എങ്ങനെ മനസ്സമാധാനമായിട്ട് അവിടെ ജീവിക്കും എന്നോർത്ത് വല്ലാതെ സങ്കടപ്പെടുക. മൈക്ക് അവർക്ക് തിരികെ കിട്ടിയില്ലേമ്മേ, അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസോ പുക്കാറോ ഒന്നുമില്ല. പിന്നെ ഇപ്പം എന്തിൻ്റെ പേരിലാമ്മേ അവർ രവി ചേച്ചിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണത്? അല്ല, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ രവിയേട്ടനോട് പറയേണ്ടതായിരുന്നു. മോശമായിപ്പോയി, അത് അങ്ങനെ പറയാതിരുന്നത് മോശമായിപ്പോയി എന്ന് രവിയേട്ടൻ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാനിനി ആ രവിയേട്ടൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ടതെന്ന് കരയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശരത്ത് അടുത്തേക്ക് ചെന്നിട്ട് അമ്മ എന്നോട് ക്ഷമിക്കമ്മേ, അത് പിന്നെ അമ്മ ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും വേണ്ട, നീ ഏതോ ഒരുത്തൻ്റെ കൂടെ ചേർന്ന് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യുമ്പോൾ ഓർത്ത് നോക്ക്, നിൻ്റെ അച്ഛൻ തന്നെ മരിക്കാൻ കാരണം തന്നെ ആ ഒരു കാര്യമാണ്. എന്നിട്ട് ഇതുവരെ എത്തിച്ചു, ഇപ്പോൾ ഇത് എൻ്റെ മോളുടെ ജീവിതം വരെ നശിപ്പിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ട ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ആകെ വിഷമത്തിലാണ് ലക്ഷ്മി. അപ്പോൾ വേഗം തന്നെ ഇവന് ആകെ വിഷമായിട്ടോ. അമ്മേനോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണ്. ഇനിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അമ്മേ, എന്നോട് ക്ഷമിക്കുക. നിന്നോട് ക്ഷമിക്കാനോ എന്ന് ചോദിച്ചോ. നീ ചെയ്ത തെറ്റിന് ഇപ്പോൾ ദേ മറ്റുള്ളവരാ അനുഭവിക്കുന്നത്. അമ്മേ, രേവതി ഇനി എങ്ങനെയാടാ ആ വീട്ടിൽ നിൽക്കുന്നത്? സ്വസ്ഥത കൊടുക്കുമോ അവൾക്ക് ചന്ദ്ര? എല്ലാത്തിനും കാരണം നീയാ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ ശരത്തിൻ്റെ കാരണത്തിനിട്ട് ഒരടിയും വെച്ച് കൊടുക്കുകയാണ്. അമ്മേ, ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അമ്മേ, അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ, അറിയാതെ ചെയ്തു പോയ തെറ്റിന് അവന് കുറ്റബോധമുണ്ട്. അവനത് ആവർത്തിച്ചിട്ടും ഇല്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞു ദേവു. ഇനി അവനെ കുറ്റപ്പെടുത്താതെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. എന്ത് ചെയ്യാൻ? നീ സച്ചിയുടെ വീട്ടിൽ ചെല്ല, ചെയ്ത തെറ്റിനെല്ലാം അവരോട് മാപ്പ് പറ, പോടാ, ഇറങ്ങിപ്പോയി ക്ഷമ ചോദിക്കടാ എന്ന് പറഞ്ഞു. അത് വേണോ അമ്മേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ വേണം, അത് വേണം, ചെയ്ത തെറ്റിന് നീ അവരോട് മാപ്പ് പറ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ്. അമ്മേ വാ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടോ. അപ്പം രേവതി ഇവർ പറഞ്ഞ ഓരോ കാര്യങ്ങളിങ്ങനെ മനസ്സിലേക്ക് ഓടി ഓടി എത്തുകയാണ്. ആളാകെ സങ്കടത്തിലാണ്. നിങ്ങളാ പറഞ്ഞത് പാവങ്ങളാണ്, അന്തസ്സുള്ള കുടുംബമാണെന്ന്, നല്ല രീതിയിൽ ജീവിക്കണമെന്ന്, തനി തങ്കം പോലെ പെണ്ണാണെന്നൊക്കെ. ഇപ്പം ഇവൾ കൊള്ളസംഘാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ എന്ന് രവിയേട്ടനോട് ഇങ്ങനെ ചോദിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ രേവതിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഓടി എത്തുകയാണ് കേട്ടോ. ഇനി ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പേര് കേസുണ്ടടി എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലോർത്താളാകെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാനാ, ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നമ്മുടെ രവിയേട്ടൻ. കാരണം രവിക്ക് ഒന്നും അറിയുണ്ടായിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ സംഭവം ഇങ്ങനെ കേൾക്കുന്നത്. ഈ സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ ശരത്ത് ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി വന്നപ്പോഴേ ചന്ദ്രയുടെ വായിലോട്ടാണ് പെട്ടത്. ഡാ എന്ന് വിളിച്ചു. നീ എന്തെടുക്കാനാണ് അകത്തേക്ക് വന്നത്? ഈ ശ്രുതി അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. നീ എന്നോടല്ലേ ചോദിച്ചതാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ വന്നതാ. അയ്യോ പാവം, ചേച്ചിയെ കാണാൻ
മോഷ്ടിക്കാൻ വന്നതല്ലേടാ നീ എന്ന് ചോദിച്ചു. മോഷ്ടിക്കാനോ? അപ്പോൾ ഇവരിങ്ങനെ പരസ്പരം നോക്കുക കേട്ടോ. ആളില്ലാത്ത സമയം നോക്കി വീടിനകത്ത് കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നിൻ്റെ അമ്മ പറഞ്ഞു വിട്ടതല്ലേ നിന്നെ. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരണത്. ആ ശരത്ത് എന്ന് പറഞ്ഞു കേട്ടോ. ചേച്ചി, നീ ശരത്തെ, നീ എന്തിനാ എപ്പോഴാണ് വന്നത്? എന്തിനാ നീ വന്നത് എന്ന് ചോദിച്ചു. ഇവൻ വന്നിട്ട് കുറച്ച് നേരമായി. ഇതിനകത്ത് കറങ്ങി കളിക്കായിരുന്നു ഇവൻ. വന്നത് എന്തിനാണെന്ന് നീ ചോദിക്കണോ? മോഷ്ടിക്കാൻ, അല്ലാണ്ടെന്താ? അപ്പം ഇതൊക്കെ കേട്ട ശരത്ത് ആകെ വിഷമിച്ച് നിൽക്കുക. അമ്മേ, അനാവശ്യം പറയരുത്, ഇവൻ അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞോണ്ടേ രേവതി. കള്ളനല്ലാതെ പിന്നെ ഇവൻ നല്ല ഉത്തമനാണോ? അമ്മേ, എന്തമ്മേ നീ എന്താ വിളിച്ചു കയറുന്നത് എന്ന് ചോദിച്ചു രേവതിയോട്. സത്യം പറയുമ്പോൾ നിനക്ക് പൊള്ളുന്നുണ്ടല്ലേ? ചന്ദ്രേ എന്ന് വിളിച്ചുകൊണ്ട് രവിയേട്ടൻ അങ്ങ് വന്നു. ഇവൾ ആരുമില്ലാത്ത സമയം നോക്കി ഇവൻ വീടിനകത്ത് കയറി മോഷ്ടിക്കാൻ നോക്കുക. നീ എന്താ പറയണത്? ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ എന്ന് പറഞ്ഞു. അഭിനയിക്കാതടാ, നീ ആരാ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പോലീസുകാരെ എല്ലാ കാര്യം പറഞ്ഞു. എന്ത് ധൈര്യത്തിലാണ് നീ എൻ്റെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ വന്നത്? നിങ്ങൾ ഇപ്പം എനിക്ക് മനസ്സിലായി. പൂ കെട്ടുകയാണെന്നൊക്കെ പറയുന്നത് വെറുതെയാ. മോഷ്ടിച്ചിട്ടാ നിങ്ങളൊക്കെ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കഷ്ടം. മറ്റുള്ളവർക്ക് മുമ്പിൽ നല്ലവരായിട്ട് അഭിനയിക്കുക. ഇതുപോലത്തെയുള്ള കുടുംബക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വളരെ അപമാനിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അപ്പം ശ്രുതി, അതെ, ഇവൻ കോളേജിൽ പഠിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? കോളേജിൽ തന്നെയാണോന്ന്? അതോ ഇനി കള്ളാണോ? അയ്യോ, മൊത്തം കള്ളത്തരല്ലേ മോളെ, മൊത്തം കള്ളത്തരം. കോളേജിൽ പോകുന്നതെന്ന് പറയുന്ന ഇറങ്ങുന്നത് ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ബൈക്കൊക്കെ മോഷ്ടിച്ച് വല്ല പെൺപിള്ളേരെ പുറകിലിരുത്തി കറങ്ങുക, അതുതന്നെ, അല്ലാണ്ടെന്താ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് രവിയേട്ടൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചന്ദ്രേ, മനസ്സിലായി. നിങ്ങൾ എന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറയാൻ വരണത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നിങ്ങൾ ഈ കാര്യം നിങ്ങളോട് പോലും ഇവരാരും പറഞ്ഞിരുന്നില്ലല്ലോ. ഇപ്പം എങ്ങനുണ്ട്? എന്താ നിങ്ങളെപ്പോലും ഇവൾ പറ്റിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം കണ്ടോടി, ഇപ്പം അദ്ദേഹത്തിന് മിണ്ടാട്ടം പോലുമില്ല. നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളായിരുന്നില്ലേ അദ്ദേഹം? എന്തേ ഇപ്പം അദ്ദേഹം ഒന്നും സംസാരിക്കാത്തത്? അതിന് കാരണം എന്താ എന്ന് ചോദിച്ചു. നീ അദ്ദേഹത്തെയും ചതിച്ചോ? നിൻ്റെയൊക്കെ തനിനിറം എന്താണെന്ന് ഇപ്പം മനസ്സിലായി. നീ എപ്പോഴും ചേച്ചിയെ കാണാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണം എന്താണെന്ന് എനിക്കറിയാം. ഈ മനുഷ്യനെ ചതിച്ച് പറഞ്ഞു പറ്റിച്ച് നിൻ്റെ ചേച്ചിയെ ആദ്യം ഇവിടെ വാഴിച്ചു. ചേച്ചിയെ കാണാനെന്ന് പറഞ്ഞ കൂടെ ഇവിടോട്ട് വരിക. എന്നിട്ട് ഇവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോവാ. അതിനല്ലേ നീ ഇങ്ങോട്ട് വരണത്? അമ്മേ, വായി തോന്നുന്ന പോലെ വിളിച്ച് പറയരുത്. എന്നെ കാണാനെന്ന് പറയുന്നു വന്ന് അവൻ എന്താ ഇവിടുന്ന് മോഷ്ടിച്ചത്? മിണ്ടിപ്പോരുത് നീ എന്ന് പറഞ്ഞ് രേവതിയോടും തട്ടിക്കയറുകയാണ് കേട്ടോ. നീ അത്രയ്ക്ക് സത്യസന്ധയാണെങ്കിൽ ഇവന് ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം കല്യാണത്തിന് മുമ്പ് അപ്പം തന്നെ നീ എല്ലാവരോടും പറയേണ്ടതായിരുന്നു. അല്ലാതെ ഇപ്പം നീ കണ്ടോ, എല്ലാവരോടും അറിഞ്ഞോണ്ടാ മോഷണം. അതുകൊണ്ടാണ് നീ മറച്ചു വെച്ചത്. അതെ, നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ഇങ്ങനെ മോഷ്ടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പൂ കെട്ടുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അതിന് പകരം ഒരു പാ വിരിച്ചിരുന്ന് തെണ്ടുന്നതാണ് നല്ലത്. അമ്മേ, ഇത് കുറച്ച് കൂടിപ്പോണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് രവിയേട്ടൻ നിൽക്കുക. എന്തിനാടാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ കേൾക്കാനോ? നീ വീട്ടിലേക്ക് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാ ശരത്തിനെ പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിട്ടപ്പോഴത്തേനും വിടാനായിട്ട് ചെന്നപ്പോഴത്തേനുമാണ് ശ്രുതി അങ്ങോട്ടേക്ക് വന്നത്. വന്നപ്പോഴത്തേനും നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അത് ഞാൻ ചേച്ചിയെ കാണാനാണ് വന്നത്. ആര് പറഞ്ഞു ചേച്ചിയെ കാണാൻ? ഇവൻ മോഷ്ടിക്കാൻ വന്നതാ എന്നുടനെ ചന്ദ്ര പറഞ്ഞു കേട്ടോ. അപ്പോൾ ചന്ദ്ര പറഞ്ഞപ്പോഴത്തേനും അല്ല, അപ്പം വേഗം തന്നെ ശ്രുതി എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ നോക്കി നിൽക്കുകയാണല്ലോ അവൻ. അപ്പോൾ വേഗം തന്നെ നീ മോഷ്ടിക്കാനോ? എന്ത് മോഷ്ടിക്കാനാടാ നീ വന്നത്? ഞാൻ മോഷ്ടിക്കാനൊന്നുമല്ല, ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ വന്നതാ. അമ്മ വന്നപ്പോൾ തന്നെ കണ്ടിരുന്നോ ഇവനെ? അതോ അമ്മ കുറേ കഴിഞ്ഞാണോ കണ്ടത്? അതെ, അവൻ അകത്തേക്ക് കയറി പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. കുറേ സമയം കഴിഞ്ഞാണ് കണ്ടത്. ഇവൻ എന്തൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഇവൻ്റെ കയ്യിലൊരു ബാഗ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ ബാഗ് കിടന്നിട്ട് വേഗം തന്നെ ഇവൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രുതി പിടിച്ചിരിക്കുകയാണ്. അവിടെ നിൽക്കുക, ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. കള്ളനവൻ, ഇവൻ അടിച്ചു മാറ്റിയോ നോക്കണം എന്ന് പറഞ്ഞ് ബാഗെ പിടിച്ചപ്പം വേഗം രവിയേട്ടൻ പിടിച്ചു കേട്ടോ. വിട്ടടാ, ഭാഗ്യം വിടാനല്ലേ നിന്നോട് പറഞ്ഞത്. നീ നിൻ്റെ പണി നോക്ക്. അവൻ അവൻ്റെ ചേച്ചിയെ കാണാൻ വന്നതാ. അവൻ അത് കഴിഞ്ഞ് അങ്ങ് പോയിക്കോളും. നീ കൂടുതൽ വേണ്ട എന്ന് ശ്രുതിയോടിങ്ങനെ രവി പറഞ്ഞു കേട്ടോ. പക്ഷേ എങ്കിലും വിടാൻ ഇവർ കൂട്ടാക്കിയില്ല. ആർക്കറിയാം എന്തൊക്കെയുണ്ടെന്ന്, നീ നോക്കടാ എന്ന് പറഞ്ഞ് ഈ ബാഗ് വാങ്ങി വേഗം തന്നെ ഈ ശ്രുതി ഇത് വാങ്ങിച്ച് നിലത്തേക്ക് കുഴഞ്ഞിടുകയാണ്. അപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ.
നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ അതിനകത്ത് ഒന്നുമില്ല എന്ന്. ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായോ? എന്തിനാടാ നീ ഈ ക്രൂരതയൊക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്? നീ വേഗം കോളേജിലേക്ക് പോ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ പറഞ്ഞു വിടാൻ തുടങ്ങുകയാണ്, ബാഗിലേക്ക് എല്ലാം പെറുക്കി വെച്ച്. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ നീ എന്ന് പറഞ്ഞ് ഇവൻ്റെ വീണ്ടും പോക്കറ്റും ബാഗ്, എന്താ പറയുക, ഷർട്ടിൻ്റെ പോക്കറ്റും പാൻറ്റിൻ്റെ പോക്കറ്റും ഒക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ് ശ്രുതി. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞപ്പോഴത്തേനും സകല നിയന്ത്രണം വിട്ടു ശരത്തിൻ്റെ. ഇവൻ്റെ കോളറിന് കയറിനെ അങ്ങ് പിടിച്ചു കേട്ടോ നമ്മുടെ ശ്രുതിയുടെ. ഇതോടെ ഇങ്ങനെ നിൽക്കുകയാണ് രണ്ടുപേരുടെ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.